സാറേ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരടാ സാറ് നോക്ക്. സുരേഷ് ഗോപി പാർലമെന്റിൽ സത്യപ്രതിജ്ഞ ചെയ്ത വേളയിൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ വന്ന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിച്ചു. അത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. അതിന് കേറിയപ്പോൾ ഞാൻ ചോദിച്ചിട്ടല്ലേ ഒന്ന്. അതെ. അപ്പോൾ ആ ഒരു മനഃശാന്തി സമാധാനം ഒക്കെ തിരിച്ച് ഞങ്ങൾ മാധ്യമപ്രവർത്തകരോടുള്ള സമീപനത്തിലും അങ്ങ് പുലർത്തും. അങ്ങനെയാണെങ്കിൽ ഈ മന്ത്രങ്ങളെല്ലാം ആദ്യം ചൊല്ലി എന്റെ അടുത്തേക്ക് വരേണ്ടത് നിങ്ങളാണ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ എങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തിക്കൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്. ഇന്ത്യൻ ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, മാധ്യമ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. അത് ഞങ്ങൾ മാനിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒരിക്കലുമില്ല. ജനങ്ങളെ ഞാൻ മാനിക്കും. ആ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മാധ്യമ പ്രവർത്തനം പോയാൽ അതിനെ ഞാൻ ഹനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അതിനോടൊപ്പം എനിക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഞാൻ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഡൽഹിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, മാധ്യമങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നെ പ്രകോപിപ്പിക്കരുത്, എന്തിനാണ് ഇത്ര പെട്ടെന്ന് പ്രകോപിതനാവുന്നത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ഇത് മറ്റൊരു പാരയായത് തന്നെ. ന്യായമില്ലാത്ത എതിരൊലിയുമായി ആര് വന്നാലും ഞാൻ ഇനിയും കലിപ്പിൽ തന്നെ ആയിരിക്കും. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. ഒരു സന്തോഷ വാർത്തയുണ്ട്. ഈ സംവാദത്തിൽ ചേട്ടൻ ജയിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരുടെ ശബ്ദത്തെ ജനങ്ങളുടെ ശബ്ദമായി അങ്ങ് കാണുന്നേയില്ല. ഒരിക്കലുമില്ല. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. അപ്പോൾ അങ്ങ് മാധ്യമ സ്വാതന്ത്ര്യത്തിന് ഇല്ലില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നൊന്നും പറയരുത്. നിങ്ങളത് ദുസ്വാതന്ത്ര്യമാണെന്ന് ഞാൻ 100% ഞാൻ യോജിക്കുന്നു. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം അല്ലായിരിക്കാം, പക്ഷെ ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളും ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളല്ലേ. ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ പോലീസ് ചോദിക്കും, കോടതി ചോദിക്കും. അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് താങ്കൾ ഏറെ കാലം വിട്ടു നിന്നിരുന്നു. അതിനുശേഷം ഇപ്പോ പെട്ടെന്ന് അമ്മയോടൊരു സഹാനുഭൂതി, സഹപ്രവർത്തകരുടെ സഹാനുഭൂതി എന്ന നിലയിലേക്ക് വന്നു. ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. കിട്ടിയ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു.